ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് മുട്ടയുടെ റെഡിയാക്കി മിക്സ് കൂടെ ചേർത്തിട്ട് ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിക്കനും കൂടെ ചേർത്തിട്ട് ചിക്കനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുത്ത് പിന്നെ നമ്മളെ ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ, അതുപോലെ ക്യാബേജ് ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് റൈസിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് 2 ടീസ്പൂൺ ഒരു നുള്ള വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും പിന്നെ ചിക്കനും കുറച്ചുകൂടെ സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇനി അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെതായ സ്റ്റൈലിലൊരു ചിക്കൻ ചില്ലി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി അരച്ചതും പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചതും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ ഏലക്കായും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് കത്തിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് ചില്ലി ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ചില്ലി ചിക്കൻ. അപ്പോൾ ഫ്രൈഡ് റൈസിന് ചില്ലി ചിക്കൻ അല്ലേ, അപ്പോൾ എൻ്റെതായ ഒരു സ്റ്റൈലാണ് ഞാൻ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പൊരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. പിന്നെ ക്യാപ്സിക്കം ഇടുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇടാം. പിന്നെ കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സ്റ്റൈലുള്ള ചിക്കൻ ചില്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക്